ഈ പരാതി ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി അദ്ദേഹം അവിടെ ഏരിയ കമ്മിറ്റി അംഗമാണ്, ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് കോഴിക്കോട്ടെ എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തോട് അനീഷ് സംസാരിച്ചിരുന്നു ടെലിഫോണിലൂടെ. അദ്ദേഹം പറഞ്ഞത് ഇത് തനിക്കെതിരെ ഒരു നേതാവും വിശദീകരണം തേടിയിട്ടില്ല, പാർട്ടി വിശദീകരണം തേടിയിട്ടില്ല. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ പരസ്യമായി രംഗത്ത് വരട്ടെ എന്നുള്ളതാണ്. ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇതിനെ സമീപിക്കാനുള്ള കാരണം എന്താണ്? ഇയാൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഏതാണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രമോദ് കോട്ടുളി നമ്മോട് പ്രകടിപ്പിച്ചത്. കാരണം ഒരു തരത്തിലുമുള്ള അഴിമതിയോ കോഴ ഇടപാടുകളോ താൻ ചെയ്തിട്ടില്ല. ആരാണ് പരാതിക്കാർ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരാതിയാണ് പരാതിക്കാർ പരസ്യമായി തന്നെ മുന്നോട്ട് വരാൻ താൻ പറയുകയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ എന്നിവ കൈവശമുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ആ വാർത്തകൾ ശരിയാണെങ്കിൽ ആ ക്ലിപ്പുകൾ പുറത്തുവിടട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏരിയ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തന്നോടുണ്ടായില്ല. ജില്ലാ സെക്രട്ടറിയോ മറ്റ് ജില്ലാ കമ്മിറ്റിയോ പാർട്ടി സെക്രട്ടേറിയറ്റോ ഒന്നും ഇത് സംബന്ധിച്ച ഒരു വിവരവും തന്നോട് ഇതുവരെ തേടിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ചില പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നും ആണ് പ്രമോദ് കോട്ടുളി ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ ഒരു അനുമതി തേടിയ ശേഷം വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണും, അല്ലെങ്കിൽ നമുക്കടക്കം കൃത്യമായൊരു സൗണ്ട് ബൈറ്റ് എന്ന രീതിയിൽ തന്നെ നൽകും എന്നും അദ്ദേഹം പറയുന്നു. അത്ര ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ഇന്ന് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്ന ചില വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇന്ന് പാർട്ടി ഓഫീസിലേക്ക് എത്തില്ല. അദ്ദേഹം പേരാമ്പ്ര, വടകര മേഖലകളിലെ പാർട്ടി മേഖല റിപ്പോർട്ടിങ്ങിൽ പങ്കെടുക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം ഈ CPM-ന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം, അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിയോട് ഈ വിഷയത്തിലുള്ള പ്രതികരണം തേടാൻ പലവട്ടം ഫോൺ വിളിച്ചെങ്കിലും പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായില്ല. ഒപ്പം പലപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിലും ഉണ്ടായി. എന്തായാലും CPM-മായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഉറവിടങ്ങളിൽ നിന്നറിയുന്നത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ പാർട്ടി കമ്മീഷനെ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണ സമിതിയെ പാർട്ടി നിയോഗിച്ചിട്ടില്ല എന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ്